ഹായ് നമസ്കാരം. ഞങ്ങളുടെ നൃത്യോദയയിൽ നിന്നും വൺ ഡേ ട്രിപ്പ് പോയതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമൊക്കെയായി അംബ്ലീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണ ഞങ്ങൾ പൂവാറ്, തൃപ്പരപ്പ് വാട്ടർഫോൾസ്, കന്യാകുമാരി ഇവിടെയൊക്കെയാണ് കേട്ടോ പോയത്. മജീഷ്യനും ബോക്സറും ആണ്. അമ്മ ഇവിടെ ഉണ്ടടാ, അമ്മച്ചി ഇവിടെ ഉണ്ട്, തൊട്ടടുത്തുണ്ട് കേട്ടോ. അമ്മച്ചി ഉള്ളപ്പോ ധൈര്യം ഉണ്ടോ? അപ്പൂസേ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലല്ലേ? ആണോ മോനെ മോനെ? എല്ലാ വർഷവും ഞങ്ങളുടെ നൃത്യോദയയിൽ നിന്ന് പ്രോഗ്രാംസിന് പോകുന്നത് കൂടാതെ പേരൻസും കുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ 1-2 യാത്രകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ യാത്രയിലും ഏകദേശം 45ഓളം ആൾക്കാരുണ്ട്, കുട്ടികളും പേരൻസും എല്ലാവരും ചേർന്ന്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ പൂവാറും തൃപ്പരപ്പ് വാട്ടർഫോൾസിലും പോകുന്നത്. എനിക്ക് ജലദോഷം വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. അതിൻ്റെയാണ് സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുള്ളത്. അമ്മയും അച്ഛനും ഒന്നും ബോട്ടിങ്ങിന് വന്നില്ലേ. കുട്ടികൾക്കും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു എക്സ്പീരിയൻസ്. 1 മണിക്കൂറത്തെ ബോട്ട് യാത്രയിലൂടെ അവർ ഏകദേശം 10ഓളം സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. നാട്ടിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത കുറച്ച് പക്ഷികളെ കണ്ടു. പിന്നെ മാൻഗ്രൂവ് ഫോറസ്റ്റ് കണ്ടു. അവിടെ തമിഴ്നാട്, ദൂരെ കാണുന്നത് കേരള തമിഴ്നാട് ബോർഡറാണ്. ആ ഭാഗത്തോട്ട് അതുകൊണ്ട് പോകാൻ അനുവാദം ഇല്ലെന്നാണ് പറഞ്ഞത്. മദർ മേരി സ്റ്റാച്യുവിൻ്റെ അടുത്തേക്കാണ് പിന്നെ ഞങ്ങൾ പോയത്. മുൻപ് ഇവിടെ സ്റ്റാച്യുവിൻ്റെ അടുത്ത് ഇറങ്ങി ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ അതിന് അനുവദിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. നല്ലൊരു യാത്രയായിരുന്നേ. ഞങ്ങൾ രാവിലെ 4 മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ വീട്ടിൽ നിന്ന്. അത് കാരണം ആരുടെയും ഉറക്കം ശരിയായില്ല. പക്ഷേ ടൂറ് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഉറക്കമില്ലായ്മയൊന്നും അപ്പുക്കുട്ടനും അജിക്കുട്ടനും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ഫ്ലോട്ടിംഗ് കോട്ടേജസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ആ കാണുന്നതാണ് എലിഫൻ്റ് റോക്ക്. ഒരാന കിടക്കുന്ന പോലെ തന്നെ ഇല്ലേ ശരിക്കും കാണുമ്പോൾ. കടൽ മണ്ണ്, മണല്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗോൾഡൻ സാൻഡ് ബീച്ചിലാണ്, കടലിൻ്റെയും കായലിൻ്റെയും നടുക്കുള്ള അഴിമുഖത്ത്. ഒട്ടകത്തെ കണ്ടപ്പോൾ അപ്പുക്കുട്ടനും അജിക്കുട്ടനും ഒട്ടകത്തിൻ്റെ പുറത്തൊന്ന് കയറിയാലോ എന്നൊരാഗ്രഹം. പക്ഷേ എനിക്ക് അത്രയും ധൈര്യമില്ല കേട്ടോ. അപ്പോൾ അജിക്കുട്ടനും കൂടെ കയറാൻ പോകും. അപ്പുക്കുട്ടന് പക്ഷേ പേടിയൊന്നുമില്ല കേട്ടോ. പണ്ട് മുരുടേശ്വർ പോയ സമയത്ത് കുതിരപ്പുറത്ത് കയറാനും പേടിയൊന്നുമില്ലായിരുന്നു. അജിക്കുട്ടന് പേടിയാണോ? ആദ്യം ധൈര്യമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒട്ടകത്തിൻ്റെ പുറത്തോട്ട് കയറാൻ പോയപ്പോൾ അജിക്കുട്ടനൊരു പേടി. അജിക്കുട്ടൻ പേടിച്ചു പോയോ? പണ്ട് ചക്രവാവ എന്ന് പറയുന്നൊരു സീരിയലിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ആനപ്പുറത്ത് കയറിയിട്ടുണ്ടേ. അന്നും പേടിച്ചൊക്കെയാണ് കയറിയത്. അതിനുശേഷം പിന്നെ അങ്ങനെ ആനിമൽസിൻ്റെ ഒന്നും പുറത്ത് കയറിയിട്ടില്ല.
കഴിഞ്ഞ ഇത്രയുള്ളോ? അഞ്ജലേച്ചി പിന്നെ എന്നെ പോലെയല്ല, ഭയങ്കര ധൈര്യശാലിയാണ്, ഒന്നിനും മാറ്റി നിർത്തണ്ട ആളിനെ. കയറ് കെട്ടിയിരിക്കുന്നത് കൊണ്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി കാല് നനയ്ക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എങ്കിലും ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ കയറി അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുട്ടണ്ണനും ഒട്ടകവുമായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടായിരുന്നേ. എന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. തന്നീരൊരുണ്ണി അഞ്ജന കണ്ണനാമുണ്ണി ഉണ്ണിക്ക് നെറ്റിയിൽ ഗോപിപ്പൂ ഉണ്ണിക്ക് മുടിയിൽ പീലിപ്പൂ ഉണ്ണിക്ക് കളിക്കാൻ വൃന്ദാവനം ഉണ്ണിക്ക് കുളിക്കാൻ യമുനാജലം ഒളികൾ കൂട്ടാൻ സഹിരാധ യദുകുലരാഗിണി പ്രിയരാധ ഉണ്ണീവാ ഉറങ്ങാൻ കണ്ണനാമുണ്ണീവാ. ഞങ്ങളങ്ങനെ അടുത്ത സ്ഥലത്തെത്തിയിരിക്കുകയാണ്, തൃപ്പരപ്പ് വാട്ടർഫോൾസ്. സാധാരണ വെള്ളം കണ്ട അപ്പുക്കുട്ടൻ ഇറങ്ങണമെന്ന് പറയുന്നതാ. ഇന്ന് എന്ത് പറ്റിയെന്നറിയാൻ വയ്യ, അപ്പുക്കുട്ടൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. അതിനും കൂടെ വേണ്ടി ഇതാ അജിക്കുട്ടൻ ഇറങ്ങുന്നുണ്ട് റെഡിയായിട്ട്. വെള്ളത്തിൽ ഇറങ്ങാൻ പോവാന്നോ? ടവലൊന്നും വേണ്ടാന്ന്. ദൈവമേ, ദൈവം തമ്പുരാനെ, പേടിയാവുന്നെന്ന് തോന്നുന്നു. വെള്ളം കാണുമ്പോൾ അജിക്കുട്ടൻ ഇറങ്ങുകയും വേണം, എന്നാൽ മുഖത്തോട്ട് വെള്ളം വീണാൽ പേടിയുമാണ്. കുളിപ്പിക്കുമ്പോൾ പോലും മുഖത്ത് വെള്ളം വീഴുന്നത് ഇത്തിരി ഒരു പ്രശ്നമാണ് അജിക്കുട്ടന്. അപ്പുച്ചേട്ടൻ വെള്ളത്തിലിറങ്ങാതെ അപ്പൂപ്പനും അമ്മമ്മയ്ക്കും കൂട്ടായിട്ട് നിൽക്കുക. അജിക്കുട്ടൻ വെള്ളത്തിലിറങ്ങിയത് കൊണ്ട് ബിനുമ അവന് നല്ല പണി കിട്ടി. കൂടെ വന്ന ബാക്കി എല്ലാവരും വെള്ളത്തിലൊക്കെ കുളിച്ച് വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരി എത്തുമ്പോൾ രാത്രിയായി. അത് കാരണം ഒരുപാടൊന്നും കാണാൻ പറ്റിയില്ല. കുറച്ച് പർച്ചേസൊക്കെ നടത്തി, അധികം വീഡിയോസും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. പുതിയ വിശേഷങ്ങളുമായി ഉടനെ തന്നെ കാണാം.